നമസ്കാരം. എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ബ്രോക്കോളി മഞ്ചൂരിയനാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ കുറച്ച് ബ്രോക്കോളി എടുത്ത് നന്നായി മഞ്ഞളും ഉപ്പിലും ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ പീസുകളാക്കി റെഡി ചെയ്ത് വെച്ചു. ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കണം. അതിൽ ഉപ്പിട്ടിട്ട് വേണം വെക്കാൻ. ആവശ്യത്തിന് ഉപ്പിടുക. വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളിങ്ങനെ പീസാക്കി വെച്ചിരിക്കുന്ന ബ്രോക്കോളി എടുത്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം അധികം വെള്ളം തിളയ്ക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായാൽ മതി. പിന്നെ നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അധികം വെന്ത് അങ്ങനെ ആവണ്ട, ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി നമുക്ക്. അപ്പോൾ നമുക്ക് ഒന്ന് തിളയ്ക്കാൻ 2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്കൊന്ന് വെള്ളം വരാൻ വേണ്ടിയിട്ട് കോരി മാറ്റാം. അപ്പോൾ ഈ ഒരു ചെറിയ ഈ ഒരു അളവിലുള്ള ഒരു ഇത് മതിയാവും. അധികം വലിയതായിട്ട് ഉണ്ടാക്കണ്ട. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ട് വെള്ളം വരാൻ വേണ്ടിയിട്ട് വെക്കാം. പിന്നെ നമുക്കിനകത്തേക്ക് വേണ്ടത് ഞാൻ ക്യാപ്സിക്കം വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവോള കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചെറുതായി കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിനകത്തേക്ക് വേണ്ടി നമുക്ക് വേണ്ടുന്നത് ഒരു 3 സ്പൂൺ മൈദമാവ്. പിന്നെ 3 സ്പൂൺ മൈദമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ കോൺഫ്ലവർ, പിന്നെ 1 സ്പൂൺ അരിപ്പൊടി. ഇത്രയാണ് ഇട്ട് കൊടുത്താക്കുന്നത് പൊടികൾ. ഇനി നമുക്ക് വേണ്ടുന്നത് കുറച്ച് മഞ്ഞൾ പൊടി, പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി. ഞാൻ ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാശ്മീർ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ. അത് എല്ലാവർക്കും ഇടണമെന്നില്ല, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. കയ്യിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് വേണ്ടുന്ന ഉപ്പ്. പിന്നെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും എല്ലാം യോജിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നന്നായിട്ടിത് മിക്സ് ചെയ്യുന്നുണ്ട്. നമുക്കിനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കണേ. ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിത് നമ്മുടെ നാട്ടിൽ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. ഈ ഒരു പരുവത്തിൽ ആയാൽ മതി. അധികം നീട്ടി എടുക്കണ്ട. ഇങ്ങനെ ഒരു പരുവത്തിൽ നമ്മൾ ബാറ്റർ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ബ്രോക്കോളി എടുത്ത് കുറേശ്ശിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറേശ്ശെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ കൈ കൊണ്ടായാലും മിക്സ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. എങ്ങനെ വേണമെങ്കിലും മിക്സ് ചെയ്യാം. സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കാം. കുറവുണ്ടെങ്കിലൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഇതിങ്ങനെ നമുക്ക് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് ചട്ടിയെടുത്ത് ഇച്ചിരി കുഴിയുള്ള ചട്ടി എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. എണ്ണ ഒഴിച്ച് കൊടുക്കുക, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം തീയ് കുറച്ച് വെക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. അധികം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കൊടുക്കാം. നമുക്കിനി ഒന്ന് തിരിച്ചു കൊടുക്കണം. 2 സൈഡും വേവുന്ന രീതിയിൽ തിരിച്ചിട്ട് കൊടുക്കാം. ഇളക്കി കൊടുത്ത് നന്നായിട്ട് നമുക്കത് മുരിഞ്ഞ് കിട്ടണം. എങ്കിലേ നല്ല ക്രിസ്പി ആയിട്ട് വരുള്ളൂ. ഏകദേശം ആയി വരുന്നുണ്ട്. കണ്ടോ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. നല്ല നമ്മുടെ ക്രിസ്പി രീതിയിൽ നമുക്ക് ബ്രോക്കോളി കിട്ടിയിട്ടുണ്ട്. നമുക്കതിന് കോരി മാറ്റാം. അങ്ങനെ നമുക്കിനി ഇത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മിച്ചം ഇരിക്കുന്ന ബ്രോക്കോളി കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കണം. അപ്പോൾ ഞാൻ 2ാമത്തെ ട്രിപ്പ് ഇട്ടു. അത് നമുക്ക് ഏകദേശമായി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കതും കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ ബ്രോക്കോളി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇത് കഴിക്കാം. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കണേ. ഇങ്ങനെ കഴിച്ചിരിക്കാനും നമുക്ക് നല്ലതാണ്. അത്യാവശ്യം എരിവും ഉപ്പും എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കോൺഫ്ലവർ അധികം വേണ്ട 1 സ്പൂൺ എടുത്തിട്ട് കുറച്ചൊന്ന് കലക്കി വെക്കാം. നമുക്കിത് പിന്നെ ഇതിനകത്ത് ഒഴിക്കാനുണ്ടെങ്കിൽ നമ്മുടെ ബ്രോക്കോളി മഞ്ചൂരിയനിലും കുറച്ച് കൊഴുപ്പായിട്ട് ഇങ്ങനെ വരുള്ളൂ. നമുക്ക് നേരത്തെ ഇത് റെഡി ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ആ സമയത്ത് കലക്കി ഒഴിച്ചാലും മതി. നമ്മൾ ചട്ടി വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. നമ്മൾ റെഡി ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടൊന്ന് മൂപ്പിക്കണം. അധികം അങ്ങനെ മൂത്ത് കിട്ടണ്ട. പച്ചമുളകും ഇതെല്ലാം ചെറുതായിട്ട് നൈസായിട്ട് കൊത്തി അരിഞ്ഞാക്കുന്നതാണ്.
ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി, പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി, അധികം അങ്ങ് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ഓക്കെ, ഈ ഒരു ഇത്രയും മതിയാവും. ഇനി നമുക്ക് കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് അധികം മൂക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം, നമ്മുടെ മസാലയ്ക്കല്ല ആവശ്യമായിട്ടുള്ളത്. നമുക്ക് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പം അധികം മൂക്കേണ്ട അങ്ങനെ ഒരു ആവശ്യമില്ല. അപ്പോൾ ഒക്കെ ഈ ഒരു പരുവത്തിലൊക്കെ മതിയാവും. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം അതും കൂടെ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞാക്കുന്ന ക്യാപ്സിക്കം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് അധികം ഇങ്ങനെ ഉടയേണ്ട ആവശ്യമില്ല, ഇടയ്ക്ക് ഇങ്ങനെ നമുക്ക് കഴിക്കുമ്പോൾ ഇങ്ങനെ കിട്ടണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി, ഞാൻ ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല നിറം കിട്ടും. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എപ്പോഴും ശ്രദ്ധിക്കുക, മുളക് പൊടി ഇടുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടുന്നത് കുറച്ച് സോസാണ്. നമുക്കിനി സോസ് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ കുറച്ച് ചില്ലി സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അധികം വേണ്ട, നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ്, പിന്നെ ലാസ്റ്റ് നമുക്ക് വേണ്ടുന്നത് കുറച്ച് സോയാ സോസാണ്. ഈ 3 സോസും കൂടെ നമ്മൾ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അടിയിൽ കരിഞ്ഞു പിടിക്കാണ്ട് സൂക്ഷിക്കുക. നമ്മുടെ ഇത് ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ റെഡി ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാർച്ച് വാട്ടർ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ കോൺഫ്ലവർ കലക്കി വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കാരണം കുറച്ചൊരു തിക്ക് ഗ്രേവി ആ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കണേ. നല്ല കൊഴുപ്പും കിട്ടും, നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടുകയും ചെയ്യും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇതിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട്. ഏകദേശം നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവം നമുക്ക് ഈ സമയത്ത് നമ്മുടെ ടേസ്റ്റ് പുളിയും ഉപ്പും എല്ലാം നോക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രോക്കോളി എടുത്ത് ഇട്ട് കൊടുക്കാം. നമ്മൾ ബ്രോക്കോളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. നമ്മുടെ ബ്രോക്കോളി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക. നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.